ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അന്നേരം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കപ്പ പുഴുങ്ങിയതും നല്ല കാന്താരി മുളക് ഉടച്ചതുമാണ് കേട്ടോ. അതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് ചൂടയാണ്. ചെറിയ ചൂട, കൊഴുവ എന്നൊക്കെ പറയത്തില്ലേ. ഇത് വെട്ടാൻ കുറേ സമയം ഇരിക്കണം, എന്നാലും എനിക്കിഷ്ടമാണ് കേട്ടോ. മാങ്ങ ഇട്ട് പറ്റിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ വന്നിരുന്ന് നമ്മുടെ പൂച്ച കണ്ടോ, ഇങ്ങനെ ഞാൻ മീൻ വെട്ടാൻ നേരം എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കും. ഞാൻ തലയൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. കുറച്ച് ദിവസമായി നമ്മൾ ഡെയ്മ ലൈഫൊക്കെ ഇട്ടിട്ട്, അന്നേരം ഞാൻ കുറേ ബിസി ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഡെയ്മ ലൈഫൊന്നും ഇടാഞ്ഞത്. അന്നേരം എൻ്റെ കൂട്ടുകാരൊക്കെ എന്നോട് പിണങ്ങിയിരിക്കുവാന്ന് എനിക്കറിയാം, ഞാൻ ഡെയ്മ ലൈഫ് ഇടാത്തതുകൊണ്ട്. അന്നേരം ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനും ഇടാനും ഒക്കെ ഭയങ്കര മടിയാണ് കേട്ടോ. ഇത് നമ്മുടെ ചൂടൊക്കെ ഇപ്പം കുറവുണ്ട്. ശരിക്കും 2 ദിവസം മഴയൊക്കെ വൈകിട്ട് കിട്ടിയിട്ടുണ്ട്. അന്നേരം ചൂടിനൊക്കെ ഒരു ആശ്വാസമുണ്ട് കേട്ടോ. അന്നേരം ഇത് ഞാൻ നേരത്തെ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ്, കഴിഞ്ഞ 2 ദിവസം മുന്നേ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ്. ഇന്ന് എനിക്ക് സമയം കിട്ടി ഇടാൻ വേണ്ടി കേട്ടോ. അന്നേരം നമ്മുടെ മീൻ വെട്ടുന്ന ഒരു കാഴ്ചയാണിത്. മീൻ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കോഴി, പിന്നെ നമ്മുടെ പൂച്ച, കാക്ക എല്ലാം ഇങ്ങനെ വരും. അതിനെല്ലാം ഞാനിങ്ങനെ തലയിട്ട് കൊടുക്കും. പിന്നെ നമ്മുടെ അപ്പൂസാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അന്നേരം അപ്പൂസ് പറയുവാണ് അവിടെ നിന്ന്, അമ്മ ഞാൻ പോയി മാങ്ങ പറിച്ചുകൊണ്ട് വരാമെന്ന്, മാങ്ങയിട്ട് ചൂട പറ്റിക്കാമെന്ന് പറഞ്ഞപ്പം കേട്ടോ. അന്നേരം ഞാൻ പറഞ്ഞു, നീ അവിടെ നിൽക്ക്, നമുക്ക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് അവനെ അവിടെ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. എൻ്റെ കൂട്ടുകാരൊക്കെ എന്തോ പറയുന്നു, കുറേ ദിവസമായി കമൻറ്റുകളൊക്കെ കണ്ടിട്ട്. അന്നേരം കഴിഞ്ഞ ദിവസം ഞാൻ ഞങ്ങളുടെ തിരുവല്ലയിലെ പള്ളി പെരുന്നാളിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ കമൻ്റ് ഇട്ടിട്ടുണ്ട്, കണ്ടവരൊക്കെ കേട്ടോ. അന്നേരം കാണാത്ത കൂട്ടുകാരൊക്കെ കാണണം. പിന്നെന്താ, ഞാനതിന് റിപ്ലൈ ഒക്കെ തന്നിട്ടില്ലെന്ന് തോന്നുന്നു. അതൊക്കെ എനിക്ക് കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ടായിട്ടോ. അന്നേരം എൻ്റെ കൂട്ടുകാരുടെയൊക്കെ വീഡിയോ കുറച്ച് പേരുടെയൊക്കെ കാണാനുണ്ട്. അതൊക്കെ ഞാൻ സമയം പോലെ കണ്ടോളാം. അങ്ങനെ ഞാൻ തന്നെ മീനൊക്കെ കഴുകിയെടുത്തു. ഇനിയിപ്പോൾ നമ്മൾ മാങ്ങ പറിക്കാനായിട്ട് അപ്പൂസിനെയും കൊണ്ട് പോവാണ് കേട്ടോ. ഇപ്രാവശ്യം മാങ്ങ നമുക്ക് ഒത്തിരി കുറവായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ മാങ്ങ പറിക്കുന്ന വീഡിയോ ഒന്നും കാണിക്കാഞ്ഞ. ഒത്തിരി കൂട്ടുകാരെന്നോട് ചോദിച്ചായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഈ ആറിനക്കരെ ഒരു മാവുണ്ട്, അവിടുന്ന് കുറച്ച് മാങ്ങ പറിച്ച് വെച്ച് നമ്മൾ പഴുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ആ മാങ്ങ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ മീനൊക്കെ കുറേ പ്രാവശ്യം കഴുകിയെടുക്കും കേട്ടോ. ഇത് ഉളുമ്പുള്ള മീനാണ്. ഇതിനകത്തൊക്കെ ഞാൻ കുറച്ച് വാഴയിലൊക്കെ കീറിയിട്ടാണ് കഴുകിയെടുക്കുന്നത് കേട്ടോ. അന്നേരം നമ്മുടെ അപ്പൂസ് കൂട്ടൻ മാങ്ങ പറിക്കാൻ വേണ്ടി പോകുന്ന ഒരു രംഗമാണിത്. ഞാൻ വീഡിയോ എടുക്കുന്നതൊന്നും അവനറിയുന്നില്ല കേട്ടോ. അന്നേരം കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ദിര ചേച്ചി നമ്മുടെ അപ്പൂസിനെ തിരക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് വലിയ ഇഷ്ടമാണ് അപ്പൂസിനെന്നും പറഞ്ഞ്. അന്നേരം അവന് വീഡിയോയിൽ വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും ഞാൻ പിടിച്ച് വലിച്ചൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ കൊണ്ടുവരും. അന്നേരം ചേച്ചി പറഞ്ഞ്, അപ്പൂസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, തിരക്കിയെന്ന് പറയണം, അങ്ങനെ അങ്ങനെയെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞാൻ തന്നെ ഇവിടെ മാങ്ങ പറിക്കാൻ വേണ്ടി, അവന് മാങ്ങ പറിക്കാനായിട്ട് ആ തോട്ടി ഇട്ടപ്പം ഈ മാവേ നിറച്ച് നീറാണ് കേട്ടോ, നീറും കൂടാണ്. അന്നേരം അത് അടിച്ചപ്പോഴത്തേന് താഴോട്ട് നീറ് ഞങ്ങളുടെ കാലയിലെല്ലാം കയറി കടിച്ച് ഞങ്ങൾ ഓടി കേട്ടോ 2 പേരും. പിന്നെ വന്നിട്ട് അപ്പൂസ് പിന്നെ അടിച്ചിട്ടു. അന്നേരം അവൻ അടിച്ചത് മുഴുവൻ ഈ വെള്ളത്തിൽ കണ്ടത്തിലോട്ടാണ് പോയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു പിന്നെ അതൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു. അതങ്ങ് താന്നു പോകും കേട്ടോ. അപ്പൂസ് കുത്തിയെടുക്കാമെന്നും പറഞ്ഞൊക്കെ അടിച്ചിട്ടത്. ആ മാങ്ങ കണ്ടത്തിൽ അങ്ങ് താന്നു പോയി വെള്ളത്തിനകത്ത്. പിന്നെ ഞങ്ങൾ കുറച്ച് മാങ്ങ ഇപ്പുറത്തുനിന്ന് ഇട്ടു. എന്നിട്ട് ഈ നീറും കൂടെ ആയതുകൊണ്ട് താഴോട്ട് വീഴുന്നത് മൊത്തം ഇലയെ പൊതിഞ്ഞ മാങ്ങയാണ് കേട്ടോ. നീറ് പൊതിഞ്ഞിരിക്കുക കണ്ടോ. അത് ശരിക്കും അവനെയും കടിച്ചു, എന്നെയും കടിച്ച്. പിന്നെ ഞങ്ങൾ 2-3 മാങ്ങ എടുത്ത് കണ്ടോ, ഈ ഇലയ്ക്കകത്ത് പൊതിഞ്ഞ് നീറിരിക്കുവാണ്. ഞാൻ പറയുന്നുണ്ട് അവനോട് മതി മതി, എന്നാൽ അവന് കേൾക്കത്തില്ല കേട്ടോ. അങ്ങനെ എന്തായാലും 2-3-4 മാങ്ങയൊക്കെ പറിച്ചുകൊണ്ട് കഴുകിയൊക്കെ എടുത്ത് അകത്ത് കയറി. ഇത് നല്ല മാങ്ങയാണ് കേട്ടോ. ഈ ഓരോ സൈസ് മാങ്ങ ഇവിടെ ഉണ്ട്, മിക്ക സൈസ് മാങ്ങ ഇവിടെ ഉണ്ട്. ഇത് അധികം പൊടിയില്ല, എന്നാൽ നമുക്ക് മീൻ പറ്റിക്കാനൊക്കെ നല്ല മാങ്ങയാണിത്. ആവശ്യത്തിന് പുളിയുണ്ട്, അങ്ങനത്തെ ഒരു മാങ്ങയാണ് കേട്ടോ. പേര് ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ ഞാനതൊക്കെ കൊണ്ട് വെച്ച് പിന്നെ നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് മീൻ പറ്റിക്കാനായിട്ട്. അന്നേരം മീൻ പറ്റിക്കാനൊന്നും ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല, എല്ലാ കൂട്ടുകാർക്കും അറിയാവുന്നതാണ് അല്ലേ. അന്നേരം ഈ മാങ്ങയുള്ള സമയത്തൊക്കെ നമ്മൾ ഈ മാങ്ങയൊക്കെ ഇട്ട് മത്തിയും ഈ കൊഴുവയൊക്കെ പറ്റിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്.
ഞാൻ ഈ മാങ്ങ എടുത്തുകൊണ്ട് വന്നത് ഈ കൊഴുവ പറ്റിക്കാൻ വേണ്ടിയാണ്. എനിക്ക് കൊഴുവയായപ്പം മാങ്ങ ഇട്ട് പറ്റിക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ തേങ്ങ പൊട്ടിച്ച സമയത്തുള്ള തേങ്ങാവെള്ളം കുടിക്കാനായിട്ട് അപ്പൂസ് ഓടി വന്നിരിക്കുകയാണ് കേട്ടോ. ഷർട്ടൊക്കെ ഊരി കളഞ്ഞതിന് ഞാൻ വഴക്ക് പറഞ്ഞു. അന്നേരം അവന് ചൂടാണെന്നും പറഞ്ഞ് ഊരിയതാണ് കേട്ടോ. അങ്ങനെ തേങ്ങാവെള്ളമൊക്കെ കുടിച്ചിട്ട് പോയി. പക്ഷേ നമ്മുടെ ഈ തേങ്ങ കഴന്ന് പോയി കേട്ടോ. നല്ല വലിപ്പമുള്ള തേങ്ങയായിരുന്നു. അത് ഞാൻ പൊട്ടിച്ച സമയത്ത് ഇങ്ങനെ ഇളകി, ചിരട്ടയിൽ നിന്ന് ഇളകി ഒരു ഭാഗം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് ഇളക്കിയെടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ എടുത്തപ്പോൾ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. അന്നേരം ഇതുവരെ ഞാൻ തീ കത്തിച്ചിട്ടില്ല ചോറിന് വേണ്ടി കേട്ടോ. ഇവിടുത്തെ വെള്ളത്തിന് ഇച്ചിരി പ്രശ്നമുണ്ട്. അതുകൊണ്ട് ലേറ്റായിട്ടാണ് ഇപ്പം ചോറ് വെക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വൈകിട്ടത്തേക്ക് വെക്കുന്ന ചോറ് അഴുക്കായി പോവും. പിന്നെ അല്ലേ വൈകിട്ട് വെക്കണം. അതുകൊണ്ട് ഞാൻ ഓർത്തു താമസിച്ച് അരിയിടാമെന്ന്. അങ്ങനെ തന്നെ മീൻ പറ്റിക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് തീ കത്തിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. നമ്മുടെ പച്ചയായ ജീവിതമാണ്, ഒരു വീട്ടമ്മയുടെ ജീവിതമാണ് നമ്മുടെ ഈ വീഡിയോയിൽ കൂടി കാണുന്നത്. ഇതിനകത്ത് വെച്ചുകെട്ടുകളൊന്നുമില്ല കേട്ടോ. നമ്മുടെ നാട്യങ്ങളില്ലാത്ത പച്ചയായ ജീവിതമാണ്. ഓരോ നാട്ടിൻപുറത്തെ വീട്ടമ്മമാരും ഇങ്ങനെ തന്നെയാണല്ലേ, ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോ കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഇങ്ങനെയുള്ള വീഡിയോ ഇടുന്നത്. ഒരുപാട് ചാനലുണ്ട് ഇങ്ങനത്തെ. അന്നേരം ഇങ്ങനെയുള്ള ചാനലൊക്കെ കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. മീൻ പറ്റിക്കാനുള്ള അരപ്പൊക്കെ റെഡിയാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ തീയൊക്കെ ഒന്ന് പിടിപ്പിച്ചിട്ട് ചോറിനുള്ള വെള്ളം വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അന്നേരം ഇതൊക്കെ ഇനി ചോറൊക്കെ വെന്താൽ മതി. കാരണം മക്കളൊക്കെ ലേറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത്. എന്നിട്ട് ഞങ്ങളെല്ലാവരും താമസിച്ചാണ് ചോറ് കഴിക്കുന്നത് കേട്ടോ. മീൻ പറ്റിക്കാനുള്ള അരപ്പിനകത്തോട്ട് നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതിനകത്തോട്ട് മുളക് പൊടി ഇടുന്നില്ല. കുറച്ച് കാന്താരിയും പച്ചമുളകും കൂടെ ചതച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ചുമന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ഇട്ടാണ് നമ്മൾ മീൻ പറ്റിക്കുന്നത് കേട്ടോ. ഞാൻ മുളക് പൊടി അങ്ങനെ ഇടാറില്ല. വല്ലപ്പോഴും ഒക്കെ ഒരു ശകലം മുളക് പൊടി ചേർത്ത് തോന്നുമ്പോൾ ഇങ്ങനെ പറ്റിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെള്ളയ്ക്കാണ് പറ്റിക്കുന്നത് കേട്ടോ. അങ്ങനെ വേണ്ട അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. തൊലിയൊന്നും ഞാൻ ചെത്തുന്നില്ല കേട്ടോ. വലിയ തൊലിക്കട്ടിയുള്ള മാങ്ങയല്ല. അതുകൊണ്ട് തൊലിയൊന്നും ചെത്താതാണ് ഞാൻ ഈ മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. അങ്ങനെ മീൻ പറ്റിക്കാനുള്ളതൊക്കെ അടുപ്പേ വെച്ച് കഴിഞ്ഞ് നമ്മൾ അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അന്നേരം തീ ഒക്കെ ശരിക്കൊന്ന് പിടിച്ച് വന്നത് ഇപ്പോഴാണ്. അരിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് പിന്നെ നമുക്കിനി കുറച്ച് മീൻ പറ്റിച്ചതിൻ്റെ ബാക്കി ഞാൻ വറക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് വറക്കുകയും ചെയ്യണം. പിന്നെ നമുക്ക് കുറേ ജോലികളൊക്കെ പുറത്തേ ഉണ്ട്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എല്ലാം കൂടെ ഒന്നും വീഡിയോ എടുക്കാനുള്ള മൂഡില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്നാമത്തെ കാര്യം നമുക്ക് സമയം കിട്ടുന്നില്ല. പിന്നെ എന്താണെന്നറിയത്തില്ല, ഇപ്പം പഴയതുപോലെ വീഡിയോ എടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അതൊക്കെ മാറുമായിരിക്കില്ലേ. അന്നേരം നമ്മുടെ പാത്രങ്ങളൊക്കെ അങ്ങ് കഴുകി വയ്ക്കുകയാണ്. ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ലേ, പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ തുണി അലക്കെ ഒക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ മീൻ വറക്കാനായിട്ട് അതിനകത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുവാണ് കേട്ടോ. അതൊന്നും വീഡിയോയിൽ വന്നിട്ടില്ല. ഞാൻ ക്യാമറ എടുത്തത്
ഞാൻ പറഞ്ഞില്ലേ ട്രൈപോഡ് ചരിഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ ആ ഷെൽഫേ വെച്ചാണ് എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണത് കിട്ടാഞ്ഞത്. അന്നേരം ഞാനതൊക്കെ ഒന്ന് പുരട്ടി വെച്ചിട്ട് പിന്നെ നമുക്ക് എന്താണ് പുറത്തോട്ടിറങ്ങി വേറെ ജോലികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അന്നേരം മോരും ഇരിപ്പുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചക്കത്തെ വിശേഷങ്ങൾ. ഞാൻ ആ കുരുമുളക് പൊടി ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഇല്ല കേട്ടോ, തീർന്നു പോയി. പിന്നെ സാധാരണ പോലെ തന്നെ നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി കൂടിയിട്ട് ഉപ്പും ഇട്ട് പുരട്ടി അങ്ങ് വെച്ചു. അങ്ങനെ നമ്മുടെ മീൻ പറ്റിച്ചതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ലാസ്റ്റ് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ മീനോടെ വറുത്താൽ മതി. ഇതാണ് ഞാൻ പറഞ്ഞ മാങ്ങ കേട്ടോ, പഴുത്ത മാങ്ങ. ഇത് വേറൊരു തരം മാങ്ങയാണ്. ഇത് പഴുത്താൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇങ്ങനെ പൂളി കഴിക്കാം കേട്ടോ. അന്നേരം പിന്നെ ഞാനും മക്കളും കൂടെ കുറച്ച് ഞാൻ പൂളുവാണ് കഴിക്കാൻ വേണ്ടി. ഈ ചൂട് സമയമാകുമ്പോൾ ഉച്ചക്കത്തെ ആ വെയിലത്ത് ഈ മാങ്ങയൊക്കെ പൂളി തിന്നുമ്പോൾ നല്ലൊരു ആശ്വാസമാണല്ലേ. അന്നേരം ഈ മാങ്ങ സീസണിലൊക്കെയാണ് നമ്മളിങ്ങനെയൊക്കെ മാങ്ങ കഴിക്കുന്നത്. എന്നിട്ട് അപ്പൂസിന് ഇത് ജ്യൂസ് അടിച്ച് കുടിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. ഞാനിത് പൂളി കഴിച്ചു. അവൻ വന്ന് കുറച്ച് ജ്യൂസൊക്കെ പാലുമായിട്ട് ചേർത്ത് ഇങ്ങനെ അടിച്ച് എടുത്ത് കുടിച്ചു. നല്ല മക്കൾക്കൊക്കെ നല്ലതാണിത്. ഞാനങ്ങനെ ജ്യൂസ് അടിക്കാറില്ല, അല്ലാതെ ഇങ്ങനെ കഴിക്കും. അങ്ങനെ പിന്നെ നമ്മുടെ മീൻ വറക്കാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അന്നേരം പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ.